എന്നിട്ട് ആ പുള്ളിക്കാരി അവരുടെ അമ്മയ്ക്ക് വരെ ആ ചേട്ടന് അമ്മയ്ക്ക് വരെ ചേച്ചി വിളിച്ചല്ലോ. ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറഞ്ഞ മലയാള ഭാഷയാ. ഉണ്ടാക്കാൻ വരണ്ട. എന്തുണ്ടാക്കാന്ന് ചേച്ചി ഉദ്ദേശിച്ച എന്താ ഉണ്ടാക്കാന്ന? അല്ല, ഈ ഉണ്ടാക്കാന്ന് വെച്ചാൽ ചേച്ചി അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടല്ലേ ആ ചേട്ടനെ അമ്മയ്ക്ക് വിളിച്ചത്. വെറുതെ അല്ല KSRTC നന്നാവാത്തത്. നിങ്ങളെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ കയറിയിട്ടുണ്ട്. അഹങ്കാരം പിടിച്ചു നിങ്ങള്. നമസ്കാരം. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് ഒരു രക്ഷകൻ എന്ന രീതിയിലാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അധികാരമേറ്റപ്പോൾ എല്ലാവരും കണ്ടത്. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തെ എല്ലാവരും നോക്കിക്കണ്ടത് അങ്ങനെ തന്നെയാണ്. KSRTCയുടെ രക്ഷകനാകും ഇദ്ദേഹം. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KSRTCയെ ലാഭത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയില്ല എങ്കിലും നഷ്ടത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ട പ്ലാനുകളും പദ്ധതികളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനിടെ അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പൊതുഗതാഗത വകുപ്പായി KSRTCയെ മാറ്റിയെടുക്കുവാൻ പല പദ്ധതികളും മനസ്സിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മന്ത്രിസഭയിൽ വെച്ച് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അതായത് വരവ് ചിലവുകളെ അടിസ്ഥാനപ്പെടുത്തി ചില മുറുക്കാക്കടകളിലെ വരുമാന സിദ്ധാന്തം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കാൻ പോണത് എന്ന് തന്നെയാണ് ആദ്യമേ തന്നെ KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. അതായത് പരമാവധി ചിലവുകൾ കുറയ്ക്കുക, വരുമാനം കൂട്ടുക, നഷ്ടത്തിലോടുന്ന ആളുകളില്ലാത്ത എല്ലാ റൂട്ടുകളും ക്യാൻസൽ ചെയ്യുക, റൂട്ടുകൾ പുനഃക്രമീകരിക്കുക, അതുപോലെ തന്നെ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ നഷ്ടം കുറയ്ക്കാൻ പറ്റും. അത് ലാഭത്തിലോടിയില്ല എന്നുണ്ടെങ്കിലും ജീവനക്കാർക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം കൊടുക്കാൻ പറ്റും. ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും നീക്കാൻ സാധിക്കും. ലാഭത്തിലേക്ക് ഓടിയില്ലെങ്കിലും നഷ്ടത്തിലേക്ക് ഇനിയും കൂപ്പുകുത്താതിരിക്കാൻ ശ്രമിക്കും എന്നൊക്കെ തന്നെയായിരുന്നു വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം KB ഗണേഷ് കുമാർ പറഞ്ഞത്. അനാവശ്യമായ സ്റ്റാഫുകളെ ഇനിയും കുത്തിത്തിരികില്ല, ഉള്ളവർ തന്നെ കൃത്യമായി പണിയെടുക്കണം, പണിയെടുക്കാത്ത ആരും തന്നെ എന്റെ വകുപ്പിൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ പൊതുവെ മോട്ടോർ ഗതാഗത വകുപ്പിനെ കുറിച്ച് സംസാരിച്ചത്. KSRTCയിൽ അദ്ദേഹം അത് എടുത്തു പറയുക കൂടിയുണ്ടായി. പണിയെടുക്കാത്തവർക്ക് ആർക്കും ശമ്പളം കിട്ടില്ല. 1-ാം തീയതി കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം കിട്ടണം എന്നുണ്ടെങ്കിൽ അനാമത്ത് ചിലവുകൾ ഒഴിവാക്കുക. എവിടെയൊക്കെയാണ് ദുർചിലവുകൾ വരുന്നത് അവിടെയെല്ലാം ക്രമീകരിച്ചു കൊണ്ടുപോകുക. എന്നാൽ അദ്ദേഹം ഇത്തരം ചില ഭരണപരിഷ്കാരങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ KSRTCയിൽ നിലവിൽ ഇപ്പോഴും കെടുകാര്യസ്ഥത തന്നെയാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 9-ാം തീയതി ജനുവരി 9-ാം തീയതി KSRTCയിൽ പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്ത ഒരു കുടുംബത്തിനുണ്ടായത്. വേളാങ്കണ്ണിയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പെരുമ്പാവൂരിലുള്ള കുടുംബം ആലുവയിൽ നിന്നും പെരുമ്പാവൂർ വഴി മൂന്നാറിലേക്ക് ട്രിപ്പ് നടത്തുന്ന KSRTC ബസ്സിൽ കയറി. ഈ കുടുംബം 2 കുട്ടികളും അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ്. എന്നാൽ ബസ് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നു. ഒരു വനിതാ കണ്ടക്ടർ ആയിരുന്നു. അവരോട് ടിക്കറ്റ് പറഞ്ഞു 2 പെരുമ്പാവൂര്. അപ്പോഴേ അവരുടെ മട്ടും ഒക്കെ മാറി. ഇത് ദീർഘദൂര ബസ്സാണ്, നിങ്ങൾ എന്തിനാണ് ഈ ബസ്സിൽ കയറിയത്? ഇത് ഇടുക്കിയിലേക്കുള്ള ആളുകളെ മാത്രം കൊണ്ടുപോകുന്ന ബസ്സാണ്. അതായത് ഇടുക്കിയിൽ പിറ്റേ ദിവസം ഹർത്താലാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ഹർത്താലായതിന്റെ പേരിൽ ഇടുക്കിയിലേക്കുള്ള യാത്രക്കാരെയും കൊണ്ടാണ് ഈ ബസ് പോകുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബസ്സിൽ കയറിയാൽ മതിയായിരുന്നല്ലോ എന്ന് തന്നെയാണ് ഈ കണ്ടക്ടർ വളരെ ക്രുദ്ധയായി തന്നെ ഇവരോട് ചോദിച്ചത്. അപ്പോൾ അവർ ചോദിച്ചത്, പെരുമ്പാവൂരിൽ സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഞങ്ങൾ പെരുമ്പാവൂരിൽ ഇറങ്ങേണ്ട ആളുകൾ തന്നെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചു. ഇവരുടെ ഈ വാഗ്വാദങ്ങൾക്കിടയിൽ മറ്റൊരു യാത്രക്കാരനും ഇതിനെ ഏറ്റുപിടിച്ചു. ഉടനെ തന്നെ ഈ വനിതാ കണ്ടക്ടർ അയാളുടെ അമ്മയ്ക്ക് അടക്കം വളരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്ന് തന്നെയാണ് ഈ ഓഡിയോ നമുക്ക് അയച്ചു തന്ന ഈ വീട്ടമ്മ വെളിപ്പെടുത്തുന്നത്. കുറച്ച് ഭാഗം അവർ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഇതിൽ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി പിന്നെ കണ്ടക്ടറുടെ ഭാവം മാറുകയായിരുന്നു. KSRTCയിൽ ഇപ്പോഴും ഇത് തന്നെയാണ് അനുവർത്തിച്ചു വരുന്നത്. അതായത് കാലാകാലങ്ങളായാൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ മാനിക്കാതെ, സാധാരണഗതിയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, കസ്റ്റമർ ഈസ് കിങ്, അതിഥികളെ രാജാവായി കണക്കിലെടുക്കണം. അല്ലെങ്കിൽ ഇതിലെ യാത്രക്കാർ, KSRTCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് യാത്രക്കാർ തന്നെയാണ്. ഈ യാത്രക്കാർ വീണ്ടും KSRTCയെ യാത്ര ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ ഉള്ള പെരുമാറ്റങ്ങളായിരിക്കണം KSRTCയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. മാറി മാറി വന്ന എല്ലാ വകുപ്പ് മന്ത്രിമാരും KSRTCയുടെ MDമാരും എല്ലാം ഇത് തന്നെയാണ് ജീവനക്കാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. ദീർഘദൂര ബസ്സുകളാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റോപ്പുള്ള ഇടങ്ങളിൽ നിർത്തി കൊടുക്കാൻ പാടില്ലാത്തത്?
അവർക്ക് അവിടേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ഇവർ അനുവദിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഇടുക്കിയിൽ ഹർത്താൽ ഉള്ളതിന്റെ പേരിൽ ഇടുക്കിയിലേക്കുള്ള ആളുകളെയും കൊണ്ടാണ് ഈ ബസ് പോകുന്നത്. എന്നാൽ ഇടുക്കി സ്പെഷ്യൽ എന്നൊരു ബോർഡ് ഈ KSRTC ബസ്സിൽ വച്ചിട്ടുണ്ടായിരുന്നില്ല. പെരുമ്പാവൂർ വഴി മൂന്നാർ എന്നാണ് ഇതിന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പെരുമ്പാവൂരിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ ഈ കണ്ടക്ടർ ഇതുപോലെ ഭർഷിക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് അവർ വഴക്കു പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് KSRTCയിൽ പല ഇടങ്ങളിലും ഉള്ള അനുഭവങ്ങൾ. പല യാത്രക്കാർക്കും രാത്രി പോലും പലയിടങ്ങളിലേക്കും പോകാൻ സാധിക്കാതെ വരുന്നു. ബസ്സിൽ നിന്ന് അവര് ബലം പ്രയോഗിച്ച് തന്നെ പലരെയും ഇറക്കി വിട്ടിട്ടുണ്ട്. കേസിന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇത്തരം വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ദീർഘദൂര ബസ്സുകളായിരിക്കും ഒരു പക്ഷേ ഇവർ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബസ്സിൽ കയറുന്ന ആളുകൾ രാത്രി പിന്നീട് 10 മണിക്കൊന്നും ശേഷം ചിലപ്പോൾ ബസ്സുകൾ ഉണ്ടാവില്ല പരിസര പ്രദേശങ്ങളിലേക്ക്. അങ്ങനെയാണെങ്കിൽ ദീർഘദൂര ബസ്സുകളിൽ കയറുന്ന ആളുകൾക്ക് പോകുന്ന വഴിയുള്ള സ്റ്റോപ്പുകളിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് നിർത്തി കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് തന്നെയാണ് പരക്കെ ഉയരുന്ന ചോദ്യങ്ങൾ. ഓട്ടോ വിളിച്ചു പോകാൻ കാശില്ലാത്തവർ പോലും ഒരുപക്ഷെ 2-3 സ്റ്റോപ്പ് അപ്പുറത്തേക്ക് KSRTC ബസ്സിനെ ആശ്രയിക്കും. പക്ഷെ അവരിത് ന്യായം പറയുന്നത് ഇത് ദീർഘദൂര ബസ്സാണ്, അവിടങ്ങളിൽ ഇത് നിർത്തില്ല. അത് സമ്മതിക്കാം നമുക്ക്. പകൽ സമയങ്ങളാണെങ്കിൽ ഇത് മനസ്സിലാക്കാം. ബസ്സിൽ 10 യാത്രക്കാർ പോലും തികച്ചില്ലാത്ത അവസരങ്ങളിൽ രാത്രി 10 മണിക്ക് ഒരാൾക്ക് KSRTC സ്റ്റാൻഡിൽ നിന്നും 2-3 സ്റ്റോപ്പ് അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിൽ ഇവർ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകില്ല, ടിക്കറ്റ് കൊടുക്കില്ല, താഴെ ഇറക്കി വിടും. ബസ്സിൽ 10 പേര് പോലും യാത്രക്കാരില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായി ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. 10 മണിക്ക് ശേഷം KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ ഇതാണ്. ഒരുപക്ഷെ KSRTC സ്റ്റാൻഡിൽ നിന്നും 2-3-4 സ്റ്റോപ്പ് അപ്പുറത്തേക്കുള്ള ദൂരമേ അവർക്ക് യാത്ര ചെയ്യേണ്ടതുള്ളൂ. അത്രയും ദൂരം ഒരുപക്ഷെ യാത്ര ചെയ്യുവാൻ അവർക്ക് ഓട്ടോ വിളിച്ചു പോകുവാൻ കയ്യിൽ പണമുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് KSRTCയിൽ രാത്രി 10 മണിക്ക് ശേഷമെങ്കിലും ഇത്തരം സ്റ്റോപ്പുകളിൽ നിർത്തിക്കൊടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി വളരെ കാര്യമായ രീതിയിൽ ആലോചിക്കണം എന്ന് തന്നെയാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. ഇതുപോലെ നിരവധി കെടുകാര്യസ്ഥത കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് KSRTC. സാധാരണ യാത്രക്കാരെ ഒരു തരത്തിലും KSRTCയിൽ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിക്കാത്ത തരത്തിലാണ് KSRTCയിലെ ചുരുക്കം ചില ആളുകളുടെ പെരുമാറ്റം. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ 9-ാം തീയതി ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്ത ഒരു കുടുംബത്തിനുണ്ടായത്. കുട്ടികളുമായി വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിതരായി തന്നെയാണ് ഇവർ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. അവിടെ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുവാൻ വേണ്ടിയാണ് ഈ ബസ്സിൽ കയറിയത്. പെരുമ്പാവൂർ വഴി മൂന്നാർക്ക് പോകുന്ന വണ്ടിയിലാണ് ഇവർ കയറിയത്. ആ വണ്ടിയിൽ പെരുമ്പാവൂർ സ്റ്റോപ്പ് ഉണ്ടായിട്ട് പോലും പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഈ വണ്ടി കയറും. അവിടെ എന്തുകൊണ്ട് ഈ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാൻ ഈ കണ്ടക്ടർ വിസമ്മതിച്ചു? അവർ എന്തിനാണ് ഈ കണ്ടക്ടർ ചീത്ത പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ KSRTCയിൽ തുടർന്നു പോകുന്നിടത്തോളം കാലം KSRTCയിൽ ശമ്പളം കൊടുക്കാൻ എന്നല്ല, KSRTCയിൽ മറ്റൊന്നിനും തന്നെ പണമുണ്ടാകില്ല. കാരണം യാത്രക്കാർ കയറിയാലേ KSRTCയിൽ പണമുണ്ടാകുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ജീവനക്കാർ മനസ്സിലാക്കുന്നത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ഓടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് KSRTC. ഇതിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് എന്തുകൊണ്ട് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ബഹുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. യാത്രക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ അവരോട് മര്യാദപൂർവ്വം പെരുമാറാനോ സഭ്യമായ രീതിയിൽ സംസാരിക്കുവാനോ ഇത്തരക്കാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ, കണ്ടക്ടറും ഡ്രൈവർക്കും ഇതിനൊന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരൻ വീണ്ടും KSRTCയെ അവലംബിക്കുക? എങ്ങനെയാണ് KSRTCയെ ആശ്രയിക്കുക? എന്തായാലും ഈ വാർത്ത ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ പ്രേക്ഷകരെല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിനീതമായ അഭിപ്രായം. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടത് യാത്രക്കാരുടെ ആവശ്യം തന്നെയാണ്. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയിൽ കയറുന്ന സഞ്ചാരികളെ പോലും ഇറക്കി വിടുന്ന തരത്തിലുള്ള പെരുമാറ്റം ഇനി ഒരു കാരണവശാലും ഒരു KSRTC ജീവനക്കാരുടെ പക്കത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു കണ്ടക്ടറും ഒരു ഡ്രൈവറും KSRTCയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. KSRTCയെ സാധാരണക്കാരുടെ സഞ്ചാരമാർഗമായി മാറ്റിയെടുക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ പുനഃക്രമീകരിക്കും എന്ന് പറയുന്ന മന്ത്രി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള മോശമായ അവസ്ഥകൾ ഇനി ഒരിക്കലും KSRTCയിൽ ഒരു യാത്രക്കാരനും നേരിടാൻ ഇടവരാതിരിക്കട്ടെ. നമുക്ക് KSRTCയിൽ ഈ കഴിഞ്ഞ 9-ാം തീയതി പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്ത ദമ്പതികൾക്കുണ്ടായ ദുര്യോഗം ഒന്ന് അവരുടെ ഓഡിയോയിലൂടെ തന്നെ കേട്ടറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ സ്വദേശിനിയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം ഇന്ന് എനിക്ക് വളരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി. ഇന്ന് 9-ാം തീയതി ജനുവരി 9, 2024. ഇന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് വേളാങ്കണ്ണിക്ക് പോയിട്ട് ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെരുമ്പാവൂർ വഴി
മൂന്നാർ പോകുന്ന KSRTC ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു 6:05 ആയപ്പോൾ, ഏകദേശം രാവിലെ 6:05 ആയപ്പോൾ. അപ്പം ഈ മക്കളെയും കൊണ്ട് വന്ന്, ഈ ബാഗും മക്കളെയും കൊണ്ട് വന്ന് ഞങ്ങളാകെ ടയേർഡായിരുന്നു. അപ്പോൾ ഇനി അവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ബ്ലോക്കാണ്, രാവിലെ നല്ല തിരക്കാണ്. ഈ മക്കളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യണ്ടല്ലോ, ഇവിടെ ആകുമ്പോൾ നേരെ തന്നെ കയറാലോ എന്ന് ഓർത്ത് ഈ വണ്ടിയിൽ വന്ന് ഞങ്ങൾ കയറി. KSRTCയെ കയറിയ KSRTC പെരുമ്പാവൂർ വന്ന് ലിമിറ്റഡ് സ്റ്റോപ്പാണ്, പക്ഷേ എങ്കിലും അത് പെരുമ്പാവൂർ ഡിപ്പോയിൽ വന്ന് തിരിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ പെരുമ്പാവൂരാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്, ഡിപ്പോയിൽ തന്നെയാണ് ഇറങ്ങേണ്ടത്. പെരുമ്പാവൂർ വന്ന് കോതമംഗലം നേരിമംഗലം വഴി അടിമാലി മൂന്നാർ, അങ്ങനെയാണ് ഈ ബസ് പോകുന്നത്. അപ്പം ഞങ്ങൾ ആ വണ്ടിയിൽ കയറി 6:05 ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി എടുത്തത് ഏകദേശം 6:30 അതിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാണ്ട് ഓവറായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. വണ്ടി മുമ്പോട്ട് പോയി പമ്പ് ഹൗസ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ഞങ്ങളുടെ അടുത്ത് ടിക്കറ്റിന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 2 ഫുള്ളും 1 ഹാഫും പറഞ്ഞു. ഹാഫ് പറഞ്ഞു കഴിഞ്ഞ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ വണ്ടിയെ കയറിയത്? നിങ്ങൾക്ക് ഷട്ടിൽ വണ്ടിയിൽ കയറിയാൽ പോരായിരുന്നോ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ വണ്ടിയിൽ കയറിയാൽ എന്താണ് പ്രശ്നം? ഇത് പെരുമ്പാവൂർ വഴിയല്ലേ പോകുന്നത്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഇത് ലോങ് വണ്ടിയാണ്, ഇത് ലോങ് വണ്ടിയിൽ നിങ്ങൾ ഈ ആലുവയിൽ പെരുമ്പാവൂർക്ക് എന്തിനാണ് കയറിയതെന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീ വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് ഇടപെട്ടു. അപ്പോൾ ഇത് ഞങ്ങളെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചീത്ത പറയണേ കേട്ടുണ്ട്. പുറകിലിരുന്ന വേറെ യാത്രക്കാരൻ അതിനകത്ത് ഇടപെട്ടു. എവിടെ നിന്ന് വന്ന ചേട്ടനാണോ, എന്താ പേര് പോലും അറിയില്ല. ആ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് അവരോട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാനും പെരുമ്പാവൂർ ഇറങ്ങാനുള്ളതാണ്, ഞങ്ങൾ പെരുമ്പാവൂരുകാർക്ക് എന്താ ഇതിനകത്ത് ടിക്കറ്റ് തരാനായിട്ട് നിങ്ങൾക്ക് ഇത്ര വിഷമം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇന്ന് ഇടുക്കിയിൽ ഹർത്താലാണ്, ഇന്ന് ഇടുക്കിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇട്ടേക്കുന്ന ബസ്സാണിത്. പിന്നെ ഇതിൽ സ്ഥിരം കുറച്ച് യാത്രക്കാരുണ്ട്, എല്ലാ ദിവസവും കയറുന്ന യാത്രക്കാർ, അവരെയും ഡിപ്പെൻഡ് ചെയ്ത് ഓടുന്ന വണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇടുക്കിക്ക് മാത്രം ഇന്ന് ഇടുക്കിയിൽ ഹർത്താലാണെങ്കിൽ ഇടുക്കിക്ക് മാത്രം പോകുന്ന വണ്ടിയിൽ അവർ സ്പെഷ്യലായിട്ട് ഇടുക്കി സ്പെഷ്യൽ എന്നും പറഞ്ഞ് എഴുതിയിടണം, ഇടുക്കിക്ക് പോണ വണ്ടി. ഇതങ്ങനെയില്ല. പെരുമ്പാവൂർ കോതമംഗലം എന്നും പറഞ്ഞ് ബോർഡ് വെച്ച വണ്ടിയിൽ ഇടുക്കിയിലേക്ക് മാത്രം ലോങ് ട്രിപ്പിലുള്ള ആൾക്കാരെ മാത്രമേ കയറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അതും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ചേട്ടൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഈ സ്ത്രീ വിളിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങി. ആ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മൊബൈൽ എടുത്തത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാർ ആ ഒരു വാക്കുകൾ ഉപേക്ഷിച്ചു. പക്ഷെ എന്നാലും വളരെ മോശമായ രീതിയിൽ കയർത്താണ് സംസാരിക്കുന്നത്. എൻ്റെ മക്കൾ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 7 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന പ്രായമാണ്. ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് വളരെ മോശമായ രീതിയിൽ ആ ചേട്ടൻ്റെ അടുത്ത് ഈ സ്ത്രീ സംസാരിച്ചത്. അവസാനം ഞങ്ങളെ ഇറക്കി വിടാൻ വരെ തുനിഞ്ഞു. മക്കളെ കൊണ്ട് നടു റോഡിലേക്ക് ഇറക്കി വിടാനായിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു വരെ ഷൗട്ടിങ്ങായി. ഞങ്ങൾ ഇറങ്ങാണ്ട് അവിടെ തന്നെ ഇരുന്നു. ഞാനിപ്പം നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് എൻ്റെ പ്ലാന്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ, KSRTC ഡിപ്പോയിൽ, ഗതാഗത വകുപ്പ് മന്ത്രിക്കടക്കം എല്ലാവർക്കും ഞങ്ങൾ പരാതികൾ കൈമാറിയിട്ടുണ്ട്.